എവിടെ 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 ക്രിസ്മസും കഴിഞ്ഞ് കരോൾ പാട്ടും പാടി ആ വഴിക്ക് അങ്ങ് പോയോ? എല്ലാരും വന്നേ കാണുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കയ്യും തലയൊക്കെ പൊക്കി വന്നിട്ടുണ്ട്. ഹായ് മാം, ഫാത്തിമ പാത്തൂട്ടി എത്തി. എന്റെ സ്വന്തം പാത്തൂട്ടി എത്തിയിട്ടുണ്ട്. ഹലോ, എവിടെ ഫുൾ ടീം കൊണ്ടുവന്നേ, വേഗം വന്നേ. അപ്പൊ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു. എന്തായിരുന്നു ഇൻട്രൊഡക്ഷൻ? എക്സാമിന്റെ ഹാങ് ഓവർ ഒക്കെ കഴിഞ്ഞു, വെക്കേഷന്റെ ആ ഒരു സുഖമൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ മുന്നിൽ എന്തൊക്കെയാണുള്ളത്? മോഡൽ എക്സാം, അത് കഴിഞ്ഞ പബ്ലിക് എക്സാം. അത് രണ്ടും പോരല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫുൾ സെറ്റ് ആകണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങണം. മുഹമ്മദ് റിഷാദ് വന്നിട്ടുണ്ട്. ഹലോ, ഫാത്തിമയും മുഹമ്മദും ഒക്കെ എത്തിയിട്ടുണ്ട്. ഫുൾ ടീമിനെയും വിളിച്ചോണ്ട് വാ, നമുക്ക് വേഗം പഠിക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ മധുരവും അല്ല, ഒരുപാട് മധുരവും ചെറിയ കയ്പ് നിറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാം അല്ലെ? എല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ ആസ് യൂഷ്വൽ show me a big thumbs up. Okay, are you guys ready for the class? Get set go. Ready ആണെങ്കിൽ വേഗം പറഞ്ഞോളൂ ഫാത്തിമ. എക്സാം എല്ലാം ഉഷാറാക്കണം. അതിനു മുന്നേ കഴിഞ്ഞ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറാക്കിയോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞാൻ പറഞ്ഞതല്ലേ വന്നിട്ടുള്ളൂ. എക്സ്ട്രാ എന്തെങ്കിലും വന്നിരുന്നോ? അതും കൂടെ ഒന്ന് പറഞ്ഞേ. സമ്മറി ആണോ മിസ്? സമ്മറി ആണ്. സമ്മറി എന്ന് പറയാൻ പറ്റില്ല. എക്സാമിന് വേണ്ടുന്നതെല്ലാം ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണോ എക്സാമിന് വേണ്ടത് അതെല്ലാം കവർ ചെയ്യുന്ന ഒരു സമ്മറി. ഓക്കെ, ഉഷാറാക്കണ്ടേ നമുക്ക്? മുഹമ്മദേ, എവിടെ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ? എവിടെ? വരൂ. ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ആദ്യം രണ്ടക്ഷരം വളരെ ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ഫിലോസഫി നിറഞ്ഞിട്ടുള്ള, അങ്ങനെ വലിയ കാര്യങ്ങൾ മനസ്സിലാവാതെ പല കാര്യങ്ങളും പറഞ്ഞ് ഫലിപ്പിക്കുന്ന സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി. ഒരു കഥയാണ് ഗൂസ്ബെറി എന്ന് പറയുന്നത്, ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിക്കകത്ത് വേറൊരു സ്റ്റോറി ഉണ്ട്. സോ ദാറ്റ്സ് വാട്ട് വി കോൾ ഇറ്റ് ആസ് സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി. അതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അതേ മാം പറഞ്ഞത് തന്നെയാ വന്നത്. ഓക്കെ, അത് മാത്രം കേട്ടാൽ മതി എനിക്ക്. മാം പറഞ്ഞത് മാത്രമാണ് വന്നത്. സന്തോഷം. ഓക്കെ മക്കളെ, ചെറിയ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോ സെറ്റ് ആക്കും. ഓക്കെ ആണോ? എന്റെ സൗണ്ട് ക്ലിയർ ആണോ? അതൊന്ന് പറഞ്ഞേ. കാരണം എനിക്ക് ക്ലാസ് നല്ല ഫുൾ ഫ്ലെഡ്ജിൽ പഠിപ്പിച്ച് തുടങ്ങിയാൽ പിന്നെ ഈ സൗണ്ടിന്റെ ഇഷ്യൂ വന്നാൽ മിസ്സിനെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒന്ന് അറിയിച്ചേ. ഇതെന്താ നല്ലൊരു മെസ്സേജ് ആണല്ലോ. മിസ്, എനിക്ക് ഇംഗ്ലീഷ് മാർക്ക് കുറവാണ്. നന്നായി പഠിച്ചിട്ടുണ്ട്, ബട്ട് ഗ്രാമർ ആൻഡ് സെന്റൻസ് ഉണ്ടാക്കാൻ അത്ര അറിയില്ല. ഇംഗ്ലീഷ് നല്ല മാർക്ക് ഉണ്ടാക്കണം. എങ്ങനെയാ പഠിക്കേണ്ടേ മിസ്? വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമ്മൾ ടെക്സ്റ്റും പഠിക്കുന്നുണ്ട്. ടെക്സ്റ്റിൽ കൂടുതലായിട്ടും ലിറ്റററി ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻസിൽ നമുക്ക് ഗ്രാമറും വരുന്നുണ്ട്. ആ പോർഷൻസ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. റെഗുലർ ആയിട്ട് ക്ലാസ്സസ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ടിപ്സ് ആൻഡ് ട്രിപ്സ്, ഗ്രാമറിന്റെ ആണെങ്കിൽ പോലും ഇപ്പൊ തന്നെ പലതും പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് മിസ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വളരെ റെഗുലർ ആയിട്ട് വ്യൂ ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റഡ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി പോർഷൻസ്. ഇന്നിപ്പം എക്സാം കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്മസിന്റെ ആ ഒരു പോർഷൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ, ഒന്നുകൊണ്ടും മുഹമ്മദ് പേടിക്കണ്ട കേട്ടോ. ഓക്കെ മിസ്, ഒന്നും കൂടെ സെറ്റ് ആകാനായിട്ട് സമ്മറി കാണാതെ പഠിക്കണോ? സമ്മറി കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. കഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, കഥ എന്താണെന്ന് ടെക്സ്റ്റ് വായിക്കണം. കാരണം ടെക്സ്റ്റിന്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഇംഗ്ലീഷ് ഇസ് ഡിഫറെന്റ് ഫ്രം അതർ മെയിൻ സബ്ജക്ട്സ്. കാരണം അതെ, ഈ ടിപ്സും ട്രിക്സും കേൾക്കുന്നതിന്റെ ഇടയിൽ എന്റെ സൗണ്ടും കൂടെ സെറ്റ് ആണോ എന്നൊന്ന് വേഗം പറഞ്ഞേ. മുഹമ്മദിന്റെ അടുത്താണ് എന്റെ ക്വസ്റ്റ്യൻ. എന്റെ സൗണ്ട് വളരെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? ഞാൻ വെറുതെ ഇരുന്ന് പറയുന്നതാണോ? അല്ലെങ്കിൽ അതും കൂടെ ഒന്ന് മെസ്സേജ് അയച്ചേടാ. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? സമ്മറി കാണാതെ പഠിക്കണോ? വേണ്ട, കാണാതെ പഠിച്ചല്ല, ഇംഗ്ലീഷ് എന്നല്ല മലയാളം എന്നല്ല ഒരു സബ്ജക്റ്റും എഴുതേണ്ടതോ നമ്മൾ അതിനെ ഒരു സമീപിക്കേണ്ട രീതി എന്ന് പറയുന്നത് സമ്മറി കാണാതെ പഠിച്ചിട്ടല്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലാണെങ്കിൽ സ്റ്റോറീസ് ഉണ്ടെങ്കിൽ, എസ്സേസ് ഉണ്ടെങ്കിൽ, പോയംസ് ഉണ്ടെങ്കിൽ എന്താണ് അത്, തീം അല്ലെങ്കിൽ വൺ ലൈൻ സമ്മറി എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി എന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റനിൽ നിങ്ങൾ ഇംഗ്ലീഷിനെ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ സമ്മറി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വന്നേക്കാം. അത് പക്ഷെ ഒരിക്കലും കാണാതെ പഠിച്ചെഴുതുന്നതായിരിക്കരുത്. നമ്മൾ എന്താണ് ഇങ്ങനെ കാണാതെ പഠിച്ചത് എക്സാം ഹാളിൽ ചെന്ന് പേപ്പറിലോട്ട് വോമിറ്റ് ചെയ്യല്ല വേണ്ടത്. കാരണം നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസിലൂടെ, മിസ് എപ്പോഴും പറയുന്നത് പോലെ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്,
പോയത്തിലാണെങ്കിലും ശരി, അതല്ല എസ്സേ പോലുള്ള അല്ലെങ്കിൽ സ്റ്റോറിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ എന്താണ് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല അവിടെ വേണ്ടത്, കാര്യങ്ങൾ അതിനേക്കാൾ അപ്പുറം പറഞ്ഞതിൽ ഈ ലിറ്ററൽ എന്താണ് അക്ഷര മീനിങ്സ് ഉണ്ടല്ലോ, വേർഡ് ബൈ വേർഡ് ലിറ്ററൽ മീനിങ് എടുക്കാതെ എന്താണ് കവി ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഓഥർ എന്താണ് ഉദ്ദേശിച്ചത്, അതിന്റെ മെസ്സേജ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിനെ മനസ്സിലാക്കി നിങ്ങളുടെ എക്സ്പ്രഷൻ ഓഫ് ഐഡിയാസ് വേണം എപ്പോഴും ഇംഗ്ലീഷിലാണെങ്കിലും എസ്പെഷ്യലി ലാംഗ്വേജ് സബ്ജക്ട്സ് ഡീൽ ചെയ്യാൻ. അതിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുക. ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ, ക്രിയേറ്റീവ് ഐഡിയാസ് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് സ്വന്തമായിട്ട് എന്താണ് കഥയുമായിട്ട് ബന്ധമില്ലാത്ത കഭി എഴുതി വെക്കുന്നത് പോലെ പോയൊന്നും എഴുതി വെച്ചേക്കരുത്. കാര്യം മനസ്സിലാക്കുക, സ്വന്തം രീതിയിൽ നിങ്ങൾക്ക് പലതുമായിട്ട് അല്ലെങ്കിൽ ലോജിക് അല്ലെങ്കിൽ ലൈഫ് ലെസൺസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ വായിച്ച ഏതെങ്കിലും സ്റ്റോറീസുമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിക്ക് സാമ്യം ഉണ്ടെങ്കിൽ അതൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്കറിയാവുന്ന റിയൽ നോളജ് ഉണ്ടല്ലോ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, അതാണ് ഏറ്റവും ബെസ്റ്റ് തിങ്. ഓക്കെ, അത് സെറ്റ് ആണല്ലോ അല്ലെ? ഓക്കെ, ഇവിടെ തന്നെ മിസ് പറഞ്ഞു ഗൂസ്ബെറീസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി ആണത്. വൈ? ഇവിടെ ഈ ഒരു ചാപ്റ്ററിലെ ആന്റൺ ചെക്കോവിന്റെ ഗൂസ്ബെറി സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി എന്ന് എവിടെയും പറയുന്നില്ല. ഇതിൽ സമ്മറി പഠിച്ചാലും നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഒരു സ്റ്റോറിയാണ്, ആ സ്റ്റോറിക്കകത്ത് വേറൊരു സ്റ്റോറി പറയുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ന്യൂ നറേറ്റീവ് ടെക്നിക്കാണ്. ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. സോ automatically you will get to know that you know something about that particular story in detail. Okay, that's the difference. ഈ കാണാതെ പഠിച്ച് മഗപ്പ് ചെയ്തിട്ട് കൊണ്ട് വോമിറ്റ് ചെയ്ത് വെക്കുന്നതല്ല റിയൽ ലിറ്ററേച്ചർ സ്റ്റഡി. ഓക്കെ, മനസ്സിലാക്കുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, മനസ്സിലാക്കുക, കണക്ട് ചെയ്യുക. അത് നിങ്ങളുടെ വേ ഓഫ് എക്സ്പ്രഷനിൽ ലോജിക്കോടെ ബ്യൂട്ടിഫുൾ ലാംഗ്വേജിലൂടെ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ വിത്തിൻ ഇൻവേർട്ടഡ് കോമ ലെറ്റ് മീ സേ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എക്സ്പ്രസ് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഇംഗ്ലീഷിൽ വളരെയധികം നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ഗ്രാമറിന്റെ കാര്യത്തിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ക്ലാസ്സസ് വരുന്നുണ്ട്, അത് വളരെ മിസ് ചെയ്യാതെ കണ്ടാൽ മാത്രം മതി കേട്ടോ. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ ഇൻട്രൊഡക്ഷൻ ഗൂസ്ബെറീസിൽ തുടങ്ങി വളരെയധികം മോട്ടിവേഷനിലേക്ക് നമ്മുടെ ക്ലാസ് ഒക്കെ എത്തിയിരിക്കുകയാണ്. മുഹമ്മദ് പോയോ? എന്റെ മോട്ടിവേഷൻ കേട്ട് നീ തളർന്നു പോയോ? ഞാൻ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടല്ലേ പറഞ്ഞത്? ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഗൂസ്ബെറീസ് ബൈ ആന്റൺ ചെക്കോവ്. ഓക്കെ, ചാപ്റ്റർ വായിച്ചിരുന്നോ? നമ്മുടെ ഇംഗ്ലീഷിൽ ഓരോ ചാപ്റ്റർ ആണെങ്കിലും പോയം ആണെങ്കിലും മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ഇറ്റ്. ഓക്കെ, നിങ്ങളത് വായിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സമ്മറി എവിടെയെങ്കിലും നെറ്റിൽ കിട്ടുന്നത് ജസ്റ്റ് വായിച്ചിട്ട് പോയിട്ട് എഴുതുകയല്ല വേണ്ടത്. കാരണം ടെക്സ്റ്റ് വായിക്കുമ്പം ചില സെന്റൻസുകൾ, ചില പോയിന്റ്സുകൾ നമുക്കിവിടെ കയറി ഒരു കൊട്ടു തരും. അത് ഓർത്ത് വെച്ചിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിനൊക്കെ അഡീഷണൽ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, വേറെ ആൻസർ ഷീറ്റുകളിൽ നിന്നും എന്തുകൊണ്ടും നല്ല രീതിയിൽ ഇത് മാറി നിൽക്കുമ്പം ഉറപ്പായിട്ടും അതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ അനുസരിച്ച് മാർക്കും വീഴും. അതുകൊണ്ട് ടെക്സ്റ്റ് വായിക്കാതെ ഇരിക്കരുത്. ഓക്കെ മിസ്? ഓക്കെ, സോ നമ്മൾ കടക്കാണേ. സമ്മറി എന്ന് പറയുമ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? Here the story begins by saying that in the cloudy sky two old friends, ആരൊക്കെയാണ്? രണ്ട് ഓൾഡ് ഫ്രണ്ട്സ്, ഇവാൻ ദ വെറ്റ്, ബോർക്കിൻ ദ ടീച്ചർ. കളർ യെല്ലോ ഒരു സുഖമില്ല അല്ലെ? നമുക്ക് ഗ്രീൻ ആക്കിയാലോ? ഇതാ രസം, വൈറ്റിൽ ഗ്രീൻ ആണ് രസം. അപ്പം വളരെ എന്താണ് മഴക്കാറൊക്കെ മൂടിക്കിടക്കുന്ന ആ ഒരു സമയത്ത് രണ്ട് ഫ്രണ്ട്സ്, ഓക്കെ, ടു ഓൾഡ് ഫ്രണ്ട്സ്, ഇവാനിച്ച് ദ വെറ്റ് എന്ന് പറയുന്നത് what do you mean by that? Because he was a veterinary surgeon. കേട്ടോ. ബോക്കിൻ എന്ന് പറയുന്നത് ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നു. രണ്ട് ഫ്രണ്ട്സ് ആണ് മെയിൻ ടു ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. ഇവാനിച്ച് who is a veterinary surgeon by profession and the second one is Borkin who is the school master. Okay, ഇവർ രണ്ടുപേരും ഒരു ഫീൽഡിൽ കൂടെ they are walking. ഓക്കെ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങോട്ടോ യാത്രയൊക്കെ കഴിഞ്ഞ് എങ്ങോട്ടോ യാത്ര പൊക്കോണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും നല്ല സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. Ivan is about to tell a story when a sudden storm hits, so they run to their friend Alokin's farm for shelter. ഇവർ രണ്ടുപേരും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു വില്ലേജിന്റെ വലിയ ഇങ്ങനെ വീതി വിസ്താരത്തിൽ കിടക്കുന്ന ഒരു ഫീൽഡാണ് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടിയാണ് ഇവർ രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ആൻഡ് ആ നടുക്കെത്തുമ്പോൾ, ആ ഒരു ഫീൽഡിന്റെ നടുക്കെത്തുമ്പോൾ they could see lights from the nearby village Miroski.
മിറോസ്കി എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ്. കണ്ടോ, സമ്മറി പഠിച്ച മിറോസ്കി എന്നൊരു വില്ലേജിലാണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാവോ? അതിന് ടെക്സ്റ്റ് തന്നെ വായിക്കണ്ടേ? ചില പോയിന്റ്സ് ഉണ്ട് ഇങ്ങനത്തെ ടെക്സ്റ്റ് വായിച്ചാൽ മാത്രം കിട്ടുന്നത്. ഓക്കെ, അതിനാണ് പറഞ്ഞത് ടെക്സ്റ്റ് വായിക്കണം എന്നുള്ളത്. സോ മിറോസ്കി എന്ന് പറഞ്ഞ ആ ഒരു അടുത്തുള്ള നിയർ ബൈ വില്ലേജിലെ ലൈറ്റ്സ് ഒക്കെ ഇവർ കാണുന്നുണ്ട്. അങ്ങനെ നടന്നു വന്നപ്പം ദ സെക്കൻഡ് വൺ ബർക്കിൻ നമ്മുടെ ഇവാൻ ഇവാനിച്ചിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ദാറ്റ് ഡേ വെൻ വി ആർ ട്രാവലിംഗ് യു ആർ അബൌട്ട് ടു ടെൽ എ സ്റ്റോറി. ഒരു സ്റ്റോറി പറയാൻ സർ റെഡി ആയിരുന്നു. ഇറ്റ് വാസ് അബൌട്ട് യുവർ ബ്രദർ നിക്കോളായ് ഇവാനിഷ്. അപ്പം പറയാനായിട്ട് തുടങ്ങിയപ്പോഴായിരുന്നു അവിടെ ഒരു മഴ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ പോവാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെ അവരുടെ ഇടയിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു സാധനം. അപ്പൊ ഇവാൻ ഇവാനിഷ് വിചാരിച്ചു, ഓക്കെ ഇറ്റ്സ് ടൈം ഫോർ മീ ടു റിവീൽ ദ സ്റ്റോറി. അവനെ കുറിച്ച് എനിക്ക് സ്റ്റോറി പറയാൻ സമയമായെന്ന് പറഞ്ഞ് നമ്മുടെ നിക്കോളായ് ഇവാനിഷ് എന്ന് പറയുന്നത് ഇവാൻ ഇവാനിഷിന്റെ ബ്രദറാണ്. ഇവാൻ ഇവാനിഷും ബർക്കിനും കൂടിയാണ് ഫീൽഡിൽ കൂടെ നടന്നു പോകുന്നത്. ദെൻ ബർക്കിൻ ആസ്ക്ഡ് ഇവാൻ ഇവാനിഷ് ടു ടെൽ ദ സ്റ്റോറി അബൌട്ട് നിക്കോളായ് ഇവാനിഷ്. നിക്കോളായ് ഇവാനിഷിന്റെ കഥ, അതായത് എന്റെ അനിയൻ എന്ന് പറഞ്ഞ് കഥ പറയാൻ തുടങ്ങിയപ്പം അവിടെ പെട്ടെന്ന് മഴ പെയ്യുന്നു. ക്ലൗഡി സ്കൈ ആണെന്ന് ചാപ്റ്റർ സ്റ്റോറി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു മഴ പെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് എന്താണ് ചെയ്യുന്നത്? ദേ റൺ ടു ദിയർ ഫ്രണ്ട് Elokin's farm for shelter. Another major character, Elokin. ഓക്കെ, ഈ 3 ക്യാരക്ടേഴ്സിനെയാണ് അറ്റ് പ്രസന്റ് നമുക്ക് സ്റ്റോറിയിൽ കാണാൻ സാധിക്കുക. ഇവരുടെ ഇടയിൽ നടക്കുന്നതാണ് സ്റ്റോറി. അതിന്റെ ബേസ് ലെവലിൽ, സ്റ്റോറിയുടെ ബേസ് ലെവലിൽ ഈ 3 പേരുടെയും കൂടെ ഒരു കോൺവെർസേഷൻ, അവർ 3 പേരും മീറ്റ് ചെയ്യുന്നതും അവരുടെ ഇടയിലെ കോൺവെർസേഷനുമാണ്. പക്ഷേ ഇവർ 3 പേരും കേൾക്കുന്ന നിക്കോളായ് ഇവാനിഷിന്റെ സ്റ്റോറിയാണ് ഇതിന്റെ ഒരു എന്താണ് ആ ഒരു എന്താണടാ പറയുക ആ ഒരു ഇത്. ഓക്കെ, അപ്പം അതിനെയാണ് സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി എന്ന് മിസ് ഉദ്ദേശിച്ചത്. ഓക്കെ, റെഡി ആണല്ലോ? സോ എലോക്കിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഹിസ് എ ഫാമർ. അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലേക്കാണ് ഇവർ ഓടിപ്പോകുന്നത്. ഓക്കെ, ഫോർ ഷെൽട്ടർ ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. പഠിച്ച ഇടിയം വന്ന് കണ്ടോ? ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് therefore they ran to അല്ലെങ്കിൽ they run to their friend Elokin's farm house എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതാ പണ്ഡിതനാണെന്ന് തോന്നുന്നു എന്ന് ടീച്ചർ വിചാരിക്കും. ചിലപ്പോൾ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നുള്ള ഫ്രേസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ഇഡിയം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു കണക്ട് യുവർ ആൻസേഴ്സ്. ഇഡിയം വെച്ചിട്ടാണെങ്കിലും ഗ്രാമർ വെച്ചിട്ടാണെങ്കിലും അതല്ല ലിറ്റററി പോർഷൻ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ അവിടെ ഇവിടെയും എന്താണ് പുട്ടിന് തേങ്ങ പോലെ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്താൽ യുവർ ആൻസർ ഇസ് ഗോണ ബി റിയലി ഡിഫറെന്റ്. എന്താണ് അത് അതിൻ്റെതായ ഒരു വാല്യൂം ഉണ്ടാവും. ഓക്കെ ആണല്ലോ? മുഹമ്മദേ ഇടയ്ക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയൂ, ഒരു തംസ് അപ്പ് കാണിക്കൂ, എന്നാലല്ലേ എനിക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, പാത്തു പോയോ? പാത്തു ഒരു ഹായ് പറഞ്ഞിട്ട് എക്സാമും ഈസി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് പോയെന്ന് തോന്നുന്നു. ശിവകാന്ത് എത്തി. ഹലോ, ഹായ് ശിവകാന്ത്, വേർ ആർ യു? ലേറ്റ് ആയി മോനെ, 9:30 ആവാറായി. ഹലോ, തംസപ്പ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. മുഹമ്മദ് റിഷാദ് ഇവിടെ തന്നെയുണ്ട്. യു ഗൈസ് ആർ ഏബിൾ ടു ഫോളോ മീ എന്നുള്ളത് ഞാൻ വിശ്വസിച്ച് അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ആൻഡ് അപ്പൊ 3 ക്യാരക്ടേഴ്സ് ഇവാൻ ഇവാനിഷ്, ബർക്കിൻ ആൻഡ് എലിയോക്കിൻ. ഇവർ 3 പേരും എലിയോക്കിന്റെ ഫാമിലിയിലേക്ക് ചെല്ലുകയാണ്. ആൻഡ് ഹി വാസ് സോ പ്ലീസ്ഡ് ടു സീ ദീസ് 2 ഫ്രണ്ട്സ്. ഈ 2 ഫ്രണ്ട്സിനെ കണ്ടപ്പോഴത്തേക്ക് എലിയോക്കിൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ബിക്കോസ് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. അവരെ കണ്ടിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ വരവേൽക്കാണ്. ദേ ഫൈൻഡ് എലിയോക്കിൻ ആൻഡ് his features. A 40-year-old farmer. Elokin എന്ന് പറയുന്നത് 14-year-old farmer ആയിരുന്നു. So they are not young people. Okay, youth ആയിരുന്നില്ല, 40-year-old ആയിരുന്നു. And he is in a dirty bun. ജോലിയൊക്കെ ചെയ്ത് മുഷിഞ്ഞ ഡ്രസ്സിൽ ആ ഒരു ഫാം ഹൗസിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എലോക്കിനെയാണ് പിന്നീട് നമ്മൾ കാണാം. He invites them to his house to bath. അല്ല, കുളിച്ച് ക്ഷീണിച്ച് നനഞ്ഞൊക്കെ ഇരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആകാം എന്നൊക്കെ പറയണം. ഒന്നാമതേ നമ്മുടെ എലോക്കിൻ ഇങ്ങനെ മുഷിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഇവരും ഇങ്ങനെ നനഞ്ഞു വന്നപ്പോഴത്തേക്ക് and there is also one more reason. നമ്മുടെ എലോക്കിൻ കുളിച്ചിട്ട് നാളുകളായി. ഓക്കെ, വിഷ്ണുപ്രിയ ഹലോ. അന്ന് എക്സാമിന്റെ സമയത്ത് ഞാൻ കണ്ടതാണ് വിഷ്ണുപ്രിയ. അത് കഴിഞ്ഞിട്ട് ഈ വഴി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. ഓക്കെ, and a young girl named ശ്രദ്ധിച്ചേടാ നോക്കിക്കേ, a young girl named Pelagua gives them towels and soap and they start washing. അവിടുത്തെ മെയ്ഡാണ് അവർ സോപ്പും ടവലും ഒക്കെ കൊടുത്തിട്ട് ഇവരെ ഫ്രഷ് ആകാനായിട്ട് പെലാഗ്വേ കേട്ടോ. പെലാഗ്വേ ഈ 4 ക്യാരക്ടേഴ്സാണ് മെയിൻലി. പിന്നെ നമ്മുടെ നിക്കോളായ് ഇവാനിഷ്, ഇവരുടെ 4 പേരുടെ പേര് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുള്ളൂ. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ? Okay, Ivan and Birkin are surprised when the water around Elokin turns brown. അങ്ങനെ ഇവർ നീന്തി തുടിച്ച് കുളിക്കാനായിട്ടൊക്കെ പോയേ. ആൻഡ് ദ ട്വിസ്റ്റ് ഇസ് ദാറ്റ് നമ്മുടെ ബർക്കിനും ഇവാനിഷും നോക്കുമ്പം
നമ്മുടെ പാവം മെലോക്കിൻ കുളിച്ച് ഇങ്ങനെ കഴിയുന്ന വെള്ളം ഫുൾ ഇറ്റ് വാസ് നോട്ട് പ്ലെയിൻ വാട്ടർ, ബ്രൗൺ കളർ വാട്ടർ ആയിരുന്നു. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ? അയാൾ കുളിച്ചിട്ട് നാളുകളായി. കാരണം ഇവിടുത്തെ പോലെ അല്ലല്ലോ, അവിടുത്തെ സീസൺ ആണ് സ്പ്രിംഗ് സീസൺ. എന്താണ് ഒരു സ്പ്രിംഗ് സീസൺ തുടങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനെ കുളിച്ചിട്ടില്ല എന്നൊക്കെ നമ്മുടെ അലോക്കിൻ പറയുന്ന ആ ഒരു സെന്റൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അലോക്കിൻ സേസ് ഹി ഹാസന്റ് വാഷ്ഡ് ഫോർ എ ലോങ് ടൈം. കുറെ നാളായി വെള്ളം കണ്ടിട്ട് അയാള് വളരെ പച്ചയായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്താണ് ആ ഒരു സിൻസിയറിറ്റി, അതാണ് എനിക്ക് അലോഖനിൽ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഔട്ട് ഓഫ് ദ ബ്ലൂ ഇവാൻ ജംപ്സ് ഇൻ ടു ദ വാട്ടർ ആസ്കിംഗ് ഗോഡ് ഫോർ മേഴ്സി. അതൊക്കെ കഴിഞ്ഞ് ആ ഒരു സീൻ അവിടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പെട്ടെന്ന് നീന്തി തുടിക്കാനായിട്ട് ഇവാനിഷ് ചാടുകയാണ്, വെള്ളത്തിലേക്ക് ചാടുകയാണ്. ക്യാമറയും കൂടെ ചാടട്ടെ. ഓക്കെ, ഇത്രയുമായി. And in this simple story, Chekhov combines nature, friendship and some funny moments. ദാ നോക്കിക്കോളൂ, ചെക്കോവ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ആന്റൺ ചെക്കോവ് how people connect in a countryside setting, combines nature ഈ സ്റ്റോറിയുടെ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. അത് ആ ഒരു ഹെഡിങ്ങിൽ തന്നെ, ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങിൽ തന്നെ അത് സിംബലൈസ് ചെയ്യുന്നുണ്ട്, ദി ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ. ഓക്കെ, ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഇവർ രണ്ടുപേരുടെയും ആ ഒരു രണ്ടുപേരും മാത്രമല്ല, ഞാൻ കുളിച്ചിട്ട് നാളുകളാണ്, അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ ബ്രൗൺ കളർ ആയിരിക്കുന്നതെന്ന് പറയണമെങ്കിൽ അവർ അത്രയും ഫ്രണ്ട്സ് ആയിരിക്കണം അല്ലെ, തിക് ഫ്രണ്ട്സ്, റിയൽ ഫ്രണ്ട്സ് ആയിരിക്കണം. അത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഫണ്ണി മൊമെന്റ്സും കാണിക്കുന്നുണ്ട്. ഈ ഒരു സെന്റൻസ് നോട്ട് ചെയ്ത് വെച്ചോ, നല്ല പച്ച കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കിക്കോണം. ഓക്കെ, സോ combines nature, friendship and some funny moments to show how people connect in a countryside. Countryside, how do they connect each other? How do they lead a very simple kind of life? ആ ഒരു സിംപ്ലിസിറ്റി ഇതൊക്കെ കാണിക്കുന്ന രീതിയിലാണ് ഈ ഒരു പോർഷനിൽ നമ്മുടെ ആന്റൺ ചെക്കോവ് ക്യാരക്ടേഴ്സിനെ ആണെങ്കിലും അതല്ല ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ അവർ കുളിച്ചിട്ടൊക്കെ വരുവാണ്, ഉഷാറായിട്ട് നല്ല ലഞ്ചൊക്കെ കഴിച്ചിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. Back in the house, Pellegris serves the men tea and Ivan finally tells Bokins the story. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, 3 ഫ്രണ്ട്സ് ആണ്, തിക് ഫ്രണ്ട്സ് ആണ്. അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും ആ പറയുന്ന കാര്യത്തിൽ. കാരണം നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒത്തുകൂടി ഇരിക്കുമ്പോൾ എന്തൊക്കെ സ്റ്റോറീസ് പറയും ഊഹിക്കാലോ. അതേപോലെ ഇവരെല്ലാവരും കൂടി നിൽക്കുമ്പോൾ ആ പറയുന്ന ആ ഒരു ഫണി മൊമെന്റ്സ്, ഫണി സ്റ്റോറീസ് അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്റ്റോറിയിൽ ത്രൂ ഔട്ട് പോർട്രേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗൂസ്ബെറീസ് പറച്ച എന്താ മിസ്സെന്നോ? ഗൂസ്ബെറീസ് ഞാൻ എന്താ പറഞ്ഞത്? ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞാൽ കയ്പുണ്ട്, മധുരമുണ്ട്. എന്താ അത്? കഴിക്കുമ്പം ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. എന്താ അത്? കമന്റ് ബിലോ. ഇങ്ങ വാ, നീ പോകരുത്, മുഹമ്മദ് റഷാദ് പോകരുത്. നീ ആദ്യം കഴിക്കും, എന്താണ് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അതിന്റെ ആൻസർ തന്നിട്ട് നീ ബാക്കി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഞാൻ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തില് ഗൂസ്ബെറീസ് എഴുതി അതിന്റെ പുറകിൽ നല്ലൊരു ഫോട്ടോയും തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? Tell me fast. What's the answer for that question? നെല്ലിക്ക, നമ്മുടെ നെല്ലിക്ക. അതിനാണ്. ഓക്കെ, നെല്ലിക്കയില്ലേ എന്താണ് കഴിക്കുമ്പോ എന്താണ് കുറച്ച് കഴിക്കും അല്ലെ, പിന്നീട് അത് ചെറുതായിട്ട് മധുരമായിട്ട് വരും. അതാണ് ഗൂസ്ബെറീസ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫ്രൂട്ട് ഓവർ ദർ. അവർക്ക് അതൊരു ഫ്രൂട്ട് മാത്രമാണ്, നമുക്കാണല്ലോ ഇവിടെ നെല്ലിക്ക സുലഭം. ഓക്കെ, നമ്മുടെ ഇവിടെ എല്ലാവരും ഫ്രണ്ട്സ് ഒക്കെ ബാക്ക് ടു സ്റ്റോറി. ഇവര് ഫ്രണ്ട്സ് എല്ലാവരും എന്താണ് എൻജോയ് ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവാനിഷ് സ്റ്റോറി പറയുകയാണ്. പണ്ട് ഞാൻ അതിർത്തിയിലായിരുന്നപ്പോൾ എന്നുള്ള രീതിയിൽ ഇവാനിഷ് തന്നെയാണ് ഈ ഒരു സ്റ്റോറിക്കൊരു സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. ഹി ടോക്സ് അബൌട്ട് ഹിസ് അറിയില്ല മിസ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാ വന്നേ. അതാ കുഴപ്പമില്ല മോനെ, ഇറ്റ്സ് നെല്ലിക്ക. It's nothing else, it's a pure Nellika. Okay, so he talks about his childhood with his younger brother Nikolai. അടുത്ത മെയിൻ ക്യാരക്ടർ വരുന്നുണ്ട്, ഹു ഇസ് ദ ജിങ്കിങ് ജാങ്കറി ഓഫ് ദ സ്റ്റോറി. നിക്കോളൈ ഇവാനിഷ് ആണ് ഇതിന്റെ എന്താണ് ആ ഒരു തങ്കക്കുടം ഓഫ് ദ സ്റ്റോറി എന്ന് പറയാൻ പറ്റുന്നത് ആരാണ്? നിക്കോളൈ ഇവാനിഷ്. കാരണം ഈ ഒരു ഒറ്റ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 പേരും ഇവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഹി ടോക്സ് അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ്. അവര് ചൈൽഡ്ഹുഡിലായിരുന്നപ്പം ഹിസ് ഫാദർ വാസ് ഇൻ മിലിറ്ററി, അദ്ദേഹം മരിക്കുന്നു. ആൻഡ് ദെൻ ദേ ഹാവ് ടു എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, സോൾ ടു പേ ഓഫ് ഡെറ്റ്സ് അല്ലെ, കടം കയറുന്നു, അത് മാറ്റാനായിട്ട് അവരുടെ ഹൗസ് അവരെ വിൽക്കുന്നുണ്ട്. ബട്ട് ഫൈനലി എന്താണ് അവർ അവിടെ തന്നെയാണ്, ആ ഒരു കൺട്രി സൈഡ്
സൈഡിൽ തന്നെയാണ് നമ്മുടെ ഇവാൻ ഇവാനിഷും നിക്കോള ഇവാനിഷും താമസിക്കുന്നത്. ഈ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഓർത്തിരിക്കുക. ഓക്കെ, സോ റണ്ണിങ് അറൌണ്ട് ഫ്രീലി ഇൻ ദ കൺട്രി സൈഡ് ആഫ്റ്റർ ദെയർ ഡാഡ്സ് ലാൻഡ് ഗോട്ട് സോൾഡ് ടു പേ ഓഫ് ഡെബ്സ്. കടം വീട്ടാനായിട്ട് അവർ അവരുടെ വീടും സ്ഥലവും ഒക്കെ വിറ്റതിന് ശേഷവും ദേ റിമെയിൻഡ് ഇൻ ദിസ് കൺട്രി സൈഡ് ആൻഡ് ദേ വർ വെരി ഫ്രീ ചിൽഡ്രൻ. ലൈക്ക് യുനോ അവരെ അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ അറിയാലോ. ഫിനാൻസ് വൈസ് ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും ഡാഡി ഇല്ല ആൻഡ് ആ ഒരു സ്വത്തെല്ലാം ഇല്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു പുവർ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇയാളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹന്നത്തെത്തിയിട്ടുണ്ട്. ഹലോ, വിഷ്ണുപ്രിയയും ഹന്നത്തും ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഈ സമയത്താണ് കാണുന്നത്. ഹാപ്പി ടു സീ യു ഓൾ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യല കണ്ടിന്യൂ ചെയ്യാം അല്ലെ. സോ Nikolai, not liking his job, wanted her country estate. നമ്മുടെ ഇവിടെ എക്സ്ചെക്കർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ നിക്കോളായ്. ആൻഡ് ഇവാൻ ഇവാനിഷ് എന്തായി മാറി? വെറ്റനറി സർജൻ. അദ്ദേഹം സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തു ആൻഡ് ലേറ്റർ ഓൺ ഹി ബിക്കേം എ വെറ്റനറി സർജൻ. വേറസ് ഈ നിക്കോളായ് ഇവാനിഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനിയൻ എക്സ്ചെക്കർ ആയിട്ട് വർക്ക് ചെയ്തു. ലേറ്റർ ഹി എന്താണ് റിസൈൻ ഹിസ് ജോബ്സ് ബിക്കോസ് ഹിസ് എയിം അല്ലെങ്കിൽ ആ ഒരു ഡ്രീം എന്ന് പറയുന്നത് വാസ് എ കൺട്രി സൈഡ് എസ്റ്റേറ്റ്. ഓക്കെ, സോ ഈ ഒരു സാധനമാണ് പിന്നീട് അദ്ദേഹത്തെ എന്താണ് പിന്നീട് ഈ സ്റ്റോറിയുടെ പലതാക്കി മാറ്റുന്നത്. ബിക്കോസ് ഹി വാണ്ടഡ് ടു ബൈ എ കൺട്രി എസ്റ്റേറ്റ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രീം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സോ ഹി മാരീഡ് എ റിച്ച് വിഡോ ഫോർ മണി ഈവൻ ദോ ഹി ഡിഡ്ന്റ് ലവ് ഹർ. പല വഴിയും നോക്കി, ജീവിക്കാൻ പറ്റുന്നത് പോലെ ഒക്കെ ജീവിച്ചു, ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഒക്കെ ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ബട്ട് ലേറ്റർ ഓൺ അറ്റ കൈക്ക് എന്ത് ചെയ്തു? ഹി മാരീഡ് എ റിച്ച് വിഡോ ആയിട്ടുള്ള പക്ഷെ അയാളെക്കാൾ വളരെ പ്രായം കൂടിയിട്ടുള്ള ഒരു റിച്ച് ലേഡിയെ അദ്ദേഹം കല്യാണം കഴിക്കുകയാണ്. ആൻഡ് വി നോ ഇറ്റ് വാസ് ഫോർ മണി. അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും ആയിരുന്നില്ല. അവരെന്തായാലും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പൊ അവരുടെ സ്വത്ത് കൈക്കലാക്കണം എന്നുള്ള ആ ഒരു നെഗറ്റീവ് എഫക്റ്റിലാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടിയാണ് ഈ ഒരു റിച്ച് വിഡോയെ നമ്മുടെ നിക്കോളായ് ഇവാനിഷ് കല്യാണം കഴിക്കുന്നത്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഓൾ ഹി വാണ്ട്സ് ഇസ് എന്താണ് കൺട്രി സൈഡ് എസ്റ്റേറ്റ് ഫോർ ഹിംസെൽഫ്. ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം, ഡ്രീം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു നിക്കോളായ് ഇവാനിഷിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇന്നലെയും വന്നിരുന്നു, ബസ് മിസ്സിനെ കണ്ടില്ല. ഷോ മിസ് കാരണം മിസ്സിന് ഇന്നല്ലേ ലൈവുള്ളൂ. അപ്പൊ മിസ്സിനെ എങ്ങനെ ഇന്നലെ കാണുക? അതല്ലേ ഗുഡ് ഗേൾ. ഓക്കെ, സോ എന്താണ് പറയുന്നത്? അത്രയും പറഞ്ഞു. ആൻഡ് സോ ഹി മാരീഡ് എ റിച്ച് വിഡോ ഫോർ മണി ഈവൻ ദോ ഹി ഡിഡ്ന്റ് ലവ് ഹർ. അതാണ് പോയിന്റ്. അദ്ദേഹത്തിന് അവരോട് ഒരു സെന്റിമെന്റ്സും ഉണ്ടായിരുന്നില്ല, ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല ഫോർ മണി. മണി എന്നുള്ള ഒരു സാധനം ഓർത്തു വെക്കാൻ. ഹി വാസ് എ സെൽഫിഷ് ഗായ്. ഓക്കെ, നത്തിങ് സ്റ്റോപ്പ് നിക്കോളായ് ഫ്രം ഗെറ്റിംഗ് എ ഹൗസ് വെയർ ഹി കുഡ് ഗ്രോ ഗൂസ്ബെറീസ്. അദ്ദേഹത്തിന് എന്താണ് വേണ്ടത്? ഓൾ ഹി നീഡ്സ് ഇസ് എ കൺട്രി സൈഡ് എസ്റ്റേറ്റ് ആൻഡ് അതിൽ വളരുന്ന ഗൂസ്ബെറീസ്. ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. സോ ഫ്രം ഗെറ്റിംഗ് എ ഹൗസ് വെയർ ഹി കുഡ് ഗോ ഗൂസ്ബെറീസ് അല്ലെ. ആൻഡ് ആഫ്റ്റർ ദ വിഡോ ഡൈ ഹി ബോട്ട് ആൻ എസ്റ്റേറ്റ് ആൻഡ് പ്ലാന്റഡ് 20 ഗൂസ്ബെറി ബുഷസ്. ആൻഡ് അവസാനം ആഗ്രഹിച്ചതുപോലെ തന്നെ ആ പാവം വിഡോ മരിക്കുകയാണ്. ആൻഡ് മരിച്ചതിന് ശേഷം എന്താണ്? ഹി സംഹൗ എന്താണ് ബോട്ട് എ ലാൻഡ്. പക്ഷെ അവിടെ ഗൂസ്ബെറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഹി ലേറ്റർ ഓൺ അല്ലെ ഇതെല്ലാം വാങ്ങിയിട്ട് ഒരു അറൌണ്ട് എത്രയാണ് 20 ഗൂസ്ബെറി ബുഷസ് അദ്ദേഹം വാങ്ങിച്ചവിടെ നട്ടു വളർത്തുകയാണ് ചെയ്യുന്നത്. മിസ് ബയോസയൻസ് സെയിം ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷ് +1 സ്റ്റേറ്റ് സിലബസ് എല്ലാം സെയിം ആണല്ലോ, വ്യത്യാസം ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ, സോ ബട്ട് വെൻ ഇവാൻ വിസിറ്റഡ് ലേറ്റർ നിക്കോളായ് became annoyingly proud and even the gooseberries tasted bad. സോ ഇതൊന്ന് നോക്കിക്കേ. നമ്മുടെ ഗൂസ്ബെറീസ് ഒക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ വെച്ച് എന്താണ് നട്ടുപിടിപ്പിച്ചിട്ട് നമ്മുടെ നിക്കോളായ് വളരെയധികം ലൈഫ് എൻജോയ് ചെയ്യാണ്. ആ ഒരു സമയം ഹിസ് ബ്രദർ ഇവാൻ ഇവാനിഷ് മെയ്ഡ് എ വിസിറ്റ് ടു ഹിം. ആൻഡ് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഹിസ് ബ്രദർ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. ഒരുപാട് അദ്ദേഹം മാറിയിരിക്കുന്നു. ആൻഡ് ഹി ഹാസ് ബിക്കം നിക്കോളായ് ഇവാനിഷ് ഹാസ് ബിക്കം അനോയിങ്ലി പ്രൗഡ്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ആ സാധനം യെസ് നേടിക്കഴിഞ്ഞു എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവിക
സ്വാഭാവികമായിട്ടും മനുഷ്യനാണോ കുറച്ച് അഹങ്കാരം ഉണ്ടാവും അല്ലെ. ഈ സെയിം അഹങ്കാരമാണ് നമ്മുടെ നിക്കോള ഇവാനിഷിനെയും പിന്തുടർന്നത്. ആൻഡ് ഹി ഹാഡ് ബിക്കം ലൈക്ക് annoyingly എന്താണ് പ്രൗഡ് ആയിട്ടുണ്ട്. ആൻഡ് ഹി സേസ് ദാറ്റ് ഈവൻ ദ ഗൂസ്ബെറീസ്, അയാളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു ഗൂസ്ബെറീസ്, വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ഫോർ ഇവാനിഷ് ഇറ്റ് ടേസ്റ്റഡ് ബാഡ്, വലിയ ഗുണമൊന്നും തോന്നിയില്ല. പക്ഷെ അത് ആസ്വദിച്ച് അവനിരുന്ന് കഴിക്കുന്നത് കണ്ടാൽ തോന്നും നമ്മുടെ നിക്കോള ഇവാനിഷ് നട്ടു പിടിപ്പിച്ച് അതിൽ നിന്നുണ്ടായ കായ കഴിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ വലിയ സംഭവമാണ്. ബട്ട് ഫോർ അതേഴ്സ് ഇറ്റ് ടേസ്റ്റഡ് ബാഡ്. ഓക്കെ, അത്രയും മാത്രം മനസ്സിലാക്കുക. അനോയിങ്ലി, നമുക്ക് ദേഷ്യം, അനോയിങ്ലി എന്ന് വെച്ചാൽ എന്താണ്, ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ചിലവരുടെ അഹങ്കാരം ഇല്ലേ, ദേഷ്യം പിടിപ്പിക്കുക, അതാണ് അനോയിങ്ലി എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ ദേഷ്യം തോന്നിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു അഹങ്കാരിയായി മാറിയെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? Then, thinking back, Ivan got more and more sad. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഇവാനിഷ് ബേസിക്കലി ഒരു സെന്റിമെന്റൽ പേഴ്സൺ ആണ് കേട്ടോ. അദ്ദേഹത്തിന് എന്താണ് കുറച്ച് കരുണയും സിമ്പതിയും ഒക്കെ ഉള്ളതാണ്. ബട്ട് ഓൺ ദി അതർ സൈഡ് നിക്കോള ഇവാനിഷ് എന്ന് പറയുന്നത് ആ ഒരു സെൽഫിഷ് പേഴ്സൺ ആയി മാറിയിട്ടുണ്ട്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇവാനിഷിന് എവിടെയൊക്കെ ഒരു സങ്കടം. Okay, he saw in his brother's Magnus the arrogance of those who have it easy. നമ്മുടെ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ അത്രയും ആഗ്രഹത്തോടെ നേടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അഹങ്കാരം, സ്മഗ്നെസ്, അത് അദ്ദേഹത്തിനെ വല്ലാതെ തളർത്തി. ആര്? നിക്കോള ഇവാനിഷിന്റെ ആ ഒരു അഹങ്കാരം നമ്മുടെ ഇവാനിഷിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. even wish someone could remind happy people about those who are not. അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഹാപ്പി ആയിട്ടുള്ള മനുഷ്യരെ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളായിട്ട് ഓർമ്മിപ്പിക്കണം. എന്ത് ഓർമ്മിപ്പിക്കണം? ഇവിടെ ഓൺ ദി അതർ സൈഡ് ഇങ്ങനെയും പല ജീവിതങ്ങളുണ്ട്, പുവർ ആയിട്ടുള്ളതുണ്ട്, ഹാപ്പി അല്ലാത്ത കുറച്ച് ലൈഫുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ ഓർമ്മിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹി ഈസ് റിയലി എ കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ അല്ലേ? നിങ്ങൾക്കും തോന്നില്ലേ പാവാണ് ഇവാനിഷ്, നിക്കോള ഇവാനിഷ് ആണ് സെൽഫിഷ്? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓക്കെ, ദെൻ എവിടെ നിർത്തി? Ivan finishes his story by thinking about his own happiness. പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ ഹാപ്പിനെസ് അദ്ദേഹം തന്നെ നമ്മുടെ അലോകിന്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, വാട്ട് ക്യാൻ വി ഡു? കാരണം ലോകം ഇങ്ങനെയാണ്, വാട്ട് ക്യാൻ വി ഡു എന്നൊക്കെ ചെന്ന് ചോദിക്കുന്ന ഒരു ഫണ്ണി ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്. Then he used to think everyone would be free, but now he is too old and tired. പണ്ട് ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫ്രീ ആയിരിക്കണം, എല്ലാവർക്കും നല്ലത് വരണം. പക്ഷെ now എന്താണ്, ടൈം എന്ന് പറയുന്നത് ടൈം ഫ്ലൈസ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് now he has become so tired, weak eye, old eye, so he is not able to do anything for those people, and he asked Alokin to do something. അതുകൊണ്ട് ഈ നമ്മുടെ ഇവാനിഷ് അലോക്കിന്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കാരണം ഇങ്ങനെയാണ് ഈ ഒരു ലോകം, ഉള്ളവനെല്ലാം ഉണ്ട്, ഇല്ലാത്തവൻ ഒന്നുമില്ല, ഇവര് തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണം. അങ്ങനെ മനസ്സ് വിചാരിക്കാനും കുറച്ച് നല്ല ഹൃദയങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ആ സ്റ്റോറി വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ആ ഒരു പാർട്ട് എന്ന് പറയുന്നത്. Then, even though Ivan passionately talks, Alokin and Bokin don't find his story satisfying. അതെന്തൊരു തേപ്പല്ലേ. നമ്മുടെ ഈ ഇവാനിഷ് വളരെ കഥ ഇങ്ങനെ സങ്കടത്തോടെ ഹി വാസ് ടെല്ലിങ് എവറിത്തിങ് അബൌട്ട് ഹിസ് ബ്രദർ, ഹിസ് സെൽഫിഷ് നേച്ചർ, അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ പറയുകയായിരുന്നെങ്കിലും ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന, ചായ കുടിക്കുമ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ അലോക്കിനും ബർക്കിനും ഇറ്റ് വാസ് ലൈക്ക് എനിത്തിങ് എൽസ്, ആ ഒരു രീതിയായിരുന്നു. കാരണം അത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അലോക്കിൻ ഗെറ്റ്സ് എ ബിറ്റ് സ്ലീപ്പി. ഇത് കേട്ടോണ്ടിരുന്ന അലോക്കിന് ഉറക്കം വരെ വന്നു പോയി എന്നാണ് പറയുന്നത്. ഹോപ്പിംഗ് ദ കോൺവെർസേഷൻ ഗെറ്റ്സ് മോർ ഇൻട്രസ്റ്റിംഗ്. പറയുമ്പം ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എരിവും പുളിയൊക്കെ വരുമായിരിക്കും. ബിക്കോസ് ദേ വർ സോ മച്ച് ഇൻട്രസ്റ്റഡ് അബൌട്ട് എന്തായിരുന്നു ഈവൻ ദ സ്റ്റോറീസ് അബൌട്ട് വിമൻ, അബൌട്ട് ദ ഫിനാൻസ് മാറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. സോ ദിസ് ഇസ് ദ മോസ്റ്റ് എന്താണ് വൈ ഡു വി നീഡ് ടു റീഡ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് സമ്മറി വായിച്ചാൽ കിട്ടില്ല, ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് സോ നമ്മുടെ ആരാണ് അലോക്കിന് പോകുന്നുണ്ട് ചിലപ്പം അങ്ങോട്ട് പോകുമ്പം എരിവും പുളിയും ഒക്കെ കഥയിൽ വരുമായിരിക്കും. പക്ഷേ ഇത് വളരെ പ്ലെന്റി ആയിപ്പോയി, ഫിലോസഫി ഒക്കെ നിറഞ്ഞിട്ട് അങ്ങനെ പോയത് കൊണ്ട് they were not interested in this particular topic എന്നാണ് പറയുന്നത്. Eventually they all go to bed and their story wraps up by mentioning that the rain kept hitting the windows all night. അവസാന കഥയൊക്കെ കേട്ട് ഓക്കേടാ നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും ഉറങ്ങാനായിട്ട് പോവുകയാണ്. ആൻഡ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? രാത്രിയിലെ തോരാമഴയായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇറ്റ് വാസ് അഗൈൻ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. സോ സ്റ്റോറി തുടങ്ങിയപ്പോഴും മഴ, സ്റ്റോറി അവസാനിച്ചപ്പോഴും മഴ. ഇതാണ് സമ്മറി ഓഫ് ദ സ്റ്റോറി. സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു തംസപ്പ് ഒക്കെ കാണിക്കൂ.
കാണിക്കൂ കാണിക്കൂ, വേഗം കാണിക്കൂ. റെഡി ആണല്ലോ അല്ലേ? റെഡി ആണല്ലോ എന്ന് വെച്ചാൽ പഠിക്കാൻ റെഡിയല്ല, പോർഷൻസ് റെഡി ആണല്ലോ അല്ലേ? സോ ഇതാണ് അതിന്റെ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി, അല്ലെങ്കിൽ നടക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത്രയും മാത്രമേ നടക്കുന്നുള്ളൂ. ആൻഡ് കുറച്ചും കൂടി നമ്മൾ ഇലോബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സ് വാക്കിംഗ്. എന്താണ് ഫ്രണ്ട്സ് വാക്കിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ ബോക്കിങ്ങും നമ്മുടെ ഇവാനിഷും നടന്നു വരുന്ന ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ഓർമ്മ വരുന്നുണ്ടല്ലോ. ഇത് റിക്കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ പോയിന്റ്സ് ഇങ്ങനെ തന്നേക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പിക്ചർ വരണം. ഇവിടെ ആ ഒരു ഫീൽഡിൽ കൂടെ നടന്നു വരുന്നതൊക്കെ പിക്ചറിൽ വരണം. മുഹമ്മദ് റിഷാദ് കാണിച്ചിട്ടുണ്ട്. ഓക്കേടാ. സോ ടു ഓൾ ഫ്രണ്ട്സ്. ആരൊക്കെയാണ് ഓൾ ഫ്രണ്ട്സ്? Ivanish, who is a veterinary surgeon by profession, and Bokin, who is a schoolmaster. Okay, so അവർ രണ്ടുപേരും നടന്നു വരുന്ന ആ ഒരു വ്യൂ മനസ്സിൽ വന്നല്ലോ. ഓക്കെ ആണല്ലോ. Storm and shelter. A storm comes and they find shelter at their friend Elokin's farm. അവരിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടന്നു വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നിക്കോള ഇവാനിഷിന്റെ സ്റ്റോറി പറയാനായിട്ട് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് മഴ പെയ്യുന്നു. അവർ ഓടി എവിടെയാണ് എത്തുന്നത്? എലോക്കിന്റെ ഫാം ഹൗസിലേക്കാണ് എത്തുന്നത്. അത് ഓർമ്മ വന്നല്ലോ. സോറിയേ, ചെറിയൊരു കുച്ച്. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചത് കേട്ടോ. സോ സ്റ്റോം ആൻഡ് ഷെൽട്ടർ. അവർ രണ്ടുപേരും അലോക്കിന്റെ അടുത്തേക്ക് വരുന്നു. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അലോക്കിൻ 14-year-old ഫാമർ ആണ്, ടോൾ ആണ്, സ്റ്റൗട്ട് ആണ്, ആൻഡ് ഭയങ്കര മുഷിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലോ. ആൻഡ് വെൻ ഹി വാസ് ബാത്തിങ് എന്തായിരുന്നു? വാട്ട് വാസ് ദ കളർ ഓഫ് ദി വാട്ടർ? ബ്രൗൺ കളർ ആയിരുന്നു. അതൊക്കെ ഓർത്തോണം. വെൽക്കംസ് ദം പലേഗ്വ. ഗേളിന്റെ മെയ്ഡിന്റെ പേരെന്തായിരുന്നു? പലേഗ്വ. ആൻഡ് ഹു ഹാൻഡഡ് ഓവർ സെർവ് ദം ടീ, ഹാൻഡഡ് ഓവർ സോപ്പ് ആൻഡ് ടവൽസ്. ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലോ. ആൻഡ് ദെൻ ഇവാൻ സ്റ്റോറി. സ്റ്റോറി ആരെ കുറിച്ചായിരുന്നു? നിക്കോള ഇവാനിഷിനെ കുറിച്ചിട്ടായിരുന്നു. ഇവാൻ ടോക്സ് അബൌട്ട് ഹിസ് ബ്രദർ നിക്കോളാസ് ചൈൽഡ്ഹുഡ്. അദ്ദേഹത്തിന്റെയും നിക്കോളയുടെയും ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പുവർ കണ്ടീഷൻ ആയിരുന്നു. പിന്നീട് ലേറ്റർ ഓൺ ഹി ബിക്കേം ആരായി മാറി? വെറ്ററിനറി സർജൻ ആയി മാറി. എക്സ്ചക്കർ ആയിട്ട് നമ്മുടെ നിക്കോള ഇവാനിഷ് വർക്ക് ചെയ്തിരുന്നു. ബട്ട് ലേറ്റർ ഹിസ് ഡ്രീം വാസ് ടു ബൈ എ കൺട്രി സൈഡ് എസ്റ്റേറ്റ്. അത് വാങ്ങാൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ ഏതൊക്കെ വഴി കൂടെ അദ്ദേഹം നടന്നു, ഒരു ഭ്രാന്തനെ പോലെ ഏതൊക്കെ വഴി കൂടെ അലഞ്ഞു നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. They ran around after their dad's land got sold. അതൊക്കെ നമ്മൾ പറഞ്ഞു. Then what was Nicola's dream? നിക്കോളാസ് ഡ്രീം എന്തായിരുന്നു? നിക്കോളായ് നോട്ട് ലൈക്കിംഗ് ഹിസ് ജോബ് വാണ്ട്സ് എ ബിഗ് ഹൗസ്. അതായത് കൺട്രി സൈഡ് എസ്റ്റേറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഫുൾ. ആൻഡ് ഹി മാരീസ് എ റിച്ച് വിഡോ ഫോർ മണി. മണി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. ആൻഡ് ഹി വാസ് എ സെൽഫിഷ് ഫെലോ. ദെയർഫോർ ഹി മാരീഡ് നമ്മുടെ റിച്ച് വിഡോയെ കല്യാണം കഴിക്കുന്നു. ആൻഡ് അവരുടെ മരണശേഷം അവരുടെ പൈസ കൂട്ടി വെച്ചത് കൊണ്ട് എന്തായി മാറുന്നു? കൺട്രി സൈഡ് എസ്റ്റേറ്റിന്റെ ഓണറായി മാറുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ദെൻ ചേഞ്ച് ഇൻ നിക്കോളായ്. കാര്യം കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു സ്മാർട്ട്നെസ്, ആ ഒരു ധാർഷ്ട്യം എന്നൊക്കെ മലയാളത്തിൽ പറയില്ല, ഒരു അഹങ്കാരം, അത് നമ്മുടെ നിക്കോളയെ പിന്തുടരുന്നുണ്ട്. ആഫ്റ്റർ ഗെറ്റിംഗ് ദ എസ്റ്റേറ്റ് നിക്കോളായ് ബിക്കംസ് പ്രൗഡ് ആൻഡ് സ്മഗ്. ഭയങ്കര ഒരു സ്റ്റിഫ് അല്ലെങ്കിൽ ആ ഒരു അറഗൻ നേച്ചർ നമുക്ക് നിക്കോളയിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് വാട്ട് വാസ് ഇവാൻസ് ഫീലിംഗ്? നമ്മുടെ നിക്കോള ഇങ്ങനെ മാറുമ്പോൾ നമ്മുടെ ഇവാനിഷിന് ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഹി സേസ് ദാറ്റ് ഇവാൻ ഫീൽസ് സാഡ് വിഷസ് ഹാപ്പി പീപ്പിൾ ന്യൂ അബൌട്ട് ദ അൺഹാപ്പി വൺസ്. ഹി തിങ്സ് അബൌട്ട് ഹിസ് പാസ്റ്റ് ബിലീഫ്സ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന ഒരു നല്ല കാര്യങ്ങൾ, ലൈക്ക് റിച്ച് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഹാപ്പി പീപ്പിൾ ആണെങ്കിലും ശരി, ഓൺ ദി അതർ സൈഡ് ആരൊക്കെയുണ്ട്? പുവർ ആയിട്ടുള്ള ഹാപ്പി അല്ലാത്ത കുറച്ച് അൺഹാപ്പി ഫേസസ് ഉണ്ട്. അവരെ ഓർക്കണം. ആൻഡ് those who have not enough time to remember about this particular truth in our life, others should make a chance. അല്ലെങ്കിൽ എന്താണ്, അവർ തന്നെ ഒരു ഇത് മുന്നോട്ട് വന്നിട്ട് ഇവരെ ഓർമ്മിപ്പിക്കാനായിട്ട് എന്തെങ്കിലും മുൻകരുതൽ എടുക്കണം എന്നൊക്കെയുള്ള ഒരു ചെറിയ ഫിലോസഫിയും അവിടെ എടുക്കുന്നുണ്ട്. ആര്? നമ്മുടെ ഇവാനിഷ്. Then Ivan asked Alokin. എന്താണ് ചോദിക്കുന്നത്? Ivan asked Alokin to do something but it's not clear what. അതായത് ഈ ഒരു ഫിലോസഫി കുറച്ച് ഡൗൺ ആയിട്ട് ഇരിക്കുകയാണല്ലേ നമ്മുടെ ഇവാനിഷ്. അപ്പൊ ഇവാനിഷ് ചോദിക്കുന്നുണ്ട് അലോക്കിന്റെ അടുത്തിട്ട്, ഇവിടെ പുവറാണടാ, ഇവിടെ റിച്ച് ആണടാ, ആർക്കും ആരോടും വലിയ സ്നേഹമൊന്നും ഇല്ലടാ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണടാ, അതിന് നീയാടാ ബെസ്റ്റ്, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണടാ എന്നുള്ള ഒരു രീതിയിൽ, ആ ഒരു ഫണ്ണി രീതിയിൽ ആ ഒരു സ്റ്റോറി വരുന്നു. അതിൽ ഫിലോസഫി നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ബിക്കംസ് വേഗ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ. Then unsatisfied friends. Ivan talks a lot but Alokin and Bokin are not happy with the story. നമ്മുടെ ഇവാനിഷ് ഭയങ്കര കാര്യത്തോടെയാണ് നിക്കോള ഇവാനിഷിന്റെ സ്റ്റോറി പറയുന്നെങ്കിലും ഇത് വളരെ സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരുന്നില്ല. ഇവർക്കൊരു ബോറിംഗ് സ്റ്റോറി ആയിരുന്നു for these two friends. Intriguing talk.
Elohim finds something interesting in Ivan and Birkin's talk, but we don't know what. ആ ഒരു funny incident. Then night scenes എന്ന് പറയുന്നത് എന്താണ്? They go to bed, but Birkin can't sleep because of Ivan's pipe smell പറയുന്നുണ്ട്. After that they go to bed. നാളെ കാണാം എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഇതൊക്കെ എന്തിനാണ്? നമ്മൾ സെയിം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ പിന്നെയും ഇങ്ങനെ പറയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരണം, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആൻഡ് റെയിനി നൈറ്റ്, പിക്ചർ ഓഫ് റെയിൻ വരുന്നുണ്ടല്ലോ. തുടങ്ങിയപ്പോഴും അവസാനിച്ചപ്പോഴും റെയിൻ ഉണ്ടായിരുന്നു. ദ സ്റ്റോറി ഐ ആം സേയിങ് ഇറ്റ് റെയിൻ ഹാർഡ് ഓൾ നൈറ്റ്. പിന്നെയും പറയും, എഴുതി വെക്കും ഞാൻ, കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് പഠിച്ചത്? റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഹെവി നൈറ്റിനെ സിഗ്നിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇഡിയം എന്താണ്? ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലാസ്റ്റ് നൈറ്റ്. ഓക്കെ. സോ ഇവിടെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് പോലെ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഒബ്വിയസ്ലി ഇവാനിഷ് ആണ്. ഓക്യുപ്പേഷൻ എന്താണ്? വെറ്ററിനറിയൻ, ദാറ്റ് ഇസ് വെറ്ററിനറി സർജൻ ആണ് ബൈ പ്രൊഫഷൻ, അല്ലെ? ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് പറയുമ്പം എന്തൊക്കെ അറിയാം? ഈ ഒരു സ്റ്റോറിയിൽ കുറച്ചെങ്കിലും ഒരു കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ ആയിട്ട് നമുക്ക് തോന്നുന്നത് ആരെയാണ്? നമ്മുടെ ഇവാനെയാണ്. സോ ഹിസ് പാഷനേറ്റ് ആണല്ലോ, and reflective and somewhat discontented. Why he is discontented? Because he is not happy. Okay, അതിനാണ് ഹാപ്പി അല്ല അദ്ദേഹം. ദാറ്റ്സ് വാട്ട് യു മീൻ ബൈ ഡിസ്കോണ്ടന്റഡ്. ആൻഡ് ഇവാൻ ഇസ് വോക്കൽ അബൌട്ട് ഹിസ് വ്യൂസ് ഓൺ ഹാപ്പിനെസ് ആൻഡ് സൊസൈറ്റൽ ഇഷ്യൂസ്. നമുക്കറിയാം വോക്കൽ അബൌട്ട് എന്ന് വെച്ചാൽ അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എൻ്റെ ബ്രദറിന് ഈവൻ ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. ഈവൻ ആഫ്റ്റർ അച്ചീവിംഗ് ഹിസ് ഡ്രീം ഹി ഹാസ് ബിക്കം എ പ്രൗഡ് ആൻഡ് സ്മാർട്ട് പേഴ്സൺ എന്നുള്ളത് നമ്മുടെ ഇവാനിഷ് വോക്കലായിട്ട് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഹി ക്യാരീസ് എ സെൻസ് ഓഫ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഡിഫറെന്റ് സ്റ്റേറ്റസ് ഓഫ് പീപ്പിൾ. നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഇൻഇക്വാലിറ്റിയെ കുറിച്ച് ആകെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ ഇവാനിഷ് ആണ്, അല്ലെ? റിച്ച് എല്ലാം ഉണ്ട്, പുവർന്ന് അതില്ല. ഹാപ്പി ഫേസസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലാത്ത പലതരം അൺഹാപ്പി ഫേസസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നത് ആരാണ്? ഇവാനിഷ് ആണ്. ആൻഡ് ഇറ്റ് ഷോസ് ഹിസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ഓക്കെ, ഇത്രയും ഓർക്കുക. ദെൻ അലോഖ്യം പറയുമ്പോഴത്തേക്ക് ഓക്യുപ്പേഷൻ എന്താണ്? ഫാമർ ആണ്. ഫാമർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുളിക്കുമ്പോൾ ആ ഒരു ബ്രൗൺ വാട്ടർ പോകുന്ന ആ ഒരു സീൻ ഒന്ന് ഓർത്തോണേ. ഇറ്റ്സ് ഫണി അല്ലേ? ഓക്കെ, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഹാർഡ് വർക്കിംഗ് ആണ്. ഉറപ്പായിട്ടും ഹാർഡ് വർക്കിംഗ് ആണ്, അല്ലാതെ അത്രയും കഷ്ടപ്പെട്ട് മുഷിഞ്ഞ ഒരു മനുഷ്യൻ അവിടെ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അക്കോമഡേറ്റിംഗ് ആണ്, എന്ത് സന്തോഷത്തോടെയാണ് അവരെ വരവേക്കുന്നത്. ആൻഡ് ഒബ്സർവൻ, ഹി ഈസ് എ കീൻ ഒബ്സർവർ. ദെൻ അലോഖിൻ ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ 40-year-old farmer ആയിട്ടാണ് പറയുന്നത്, who welcomes his friends to into his estate, and he is intrigued by the conversation between Ivan and Birkin and remains patient even when feeling sleepy. അദ്ദേഹം ഇങ്ങനെ എന്താണ് കേൾക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷെ he feels sleepy, he is not satisfied with the story, അല്ലെ? നമ്മുടെ ഇവാൻ പറയുന്ന സ്റ്റോറിയിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആകുന്നില്ല, അദ്ദേഹം ഉറക്കം തൂങ്ങി പോകുന്നുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ട്. യെസ്, ഇംഗ്ലീഷ് കോമൺ ആണ്. ഓക്കെ, ദെൻ ബർക്കിൻ എന്ന് പറയുന്നത് സ്കൂൾ മാസ്റ്റർ ആണ്. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് വരുമ്പോൾ അദ്ദേഹം ഭയങ്കര പേഷ്യന്റ് ആണ്, അല്ലെ? സമാധാനപ്രിയനാണ്. സംവാട്ട് റിസർവ്ഡ്, അല്ലെ? വലിയ ഡയലോഗ്സ് ഒന്നും പറയുന്നില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സമാധാനപ്രിയനായിട്ട് മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് നമുക്ക് ബർക്കിനെ തോന്നുക. ആൻഡ് എ കീൻ ലിസണർ. സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ഇവാനിഷ് പറയുന്ന സ്റ്റോറീസ് അല്ലേ ഫുൾ നമ്മുടെ ബർക്കിൻ കേട്ടോണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഷോസ് ദാറ്റ് ഹി ഈസ് എ വെരി ഗുഡ് ലിസണർ. ആൻഡ് ബർക്കിൻ ഈസ് വൺ ഓഫ് ഇവാൻസ് ഫ്രണ്ട്സ് അക്കമ്പനിങ് ഹിം ഓൺ ദ വാക്ക്. നമ്മൾ പഠിച്ച കാര്യമാണ്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് ഫീൽഡിൽ കൂടെ നടന്നു വരുന്നത്. ഹി along with Alokin remains unsatisfied with Ivan's story but does not express his thoughts as explicitly. അദ്ദേഹം പറയുന്നുണ്ട് ഇത്രയും സ്റ്റോറി ഭയങ്കര ബോറിംഗ് ആണെങ്കിലും, നിക്കോളായി ഇവാനിഷിനെ കുറിച്ച് പറയുന്ന സ്റ്റോറി ബോറിംഗ് ആണെങ്കിലും അദ്ദേഹം ഇങ്ങനെ നമ്മുടെ അലോസ്കിനെ പോലെ ഉറക്കം തോന്നുന്നൊന്നുമില്ല, ഒരു ഫ്രണ്ട് എന്നുള്ളൊരു നിലയ്ക്ക് എന്നിട്ട് നീ പറയ് എന്നുള്ളൊരു രീതിയിൽ പാവം കേട്ടോണ്ടേയിരുന്നു. ഓക്കെ, ദീസ് ക്യാരക്ടർ സ്കെച്ചസ് പ്രൊവൈഡ് എ ഗ്ലിംസ് ഇൻടു ദ പേഴ്സണാലിറ്റീസ് ആൻഡ് റോൾസ് ഓഫ് ഇവാൻ, അലോക്കിൻ ആൻഡ് ബർക്കിൻ ഇൻ ദ നറേറ്റീവ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദ ക്യാരക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ദി എക്സ്പ്ലോറേഷൻ ഓഫ് തീംസ് റിലേറ്റഡ് ടു ഹാപ്പിനെസ്, ആസ്പിറേഷൻസ് ആൻഡ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഇൻ ദ സ്റ്റോറി. എന്തൊക്കെയാണ്? നേച്ചറിനെ കാണിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേച്ചർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ഹാപ്പിനെസ്, അല്ലെ? അല്ലെങ്കിൽ ആ ഒരു സ്മഗ്നെസ് വരാനുള്ള റീസൺ എന്താണ്? ഫുൾഫിൽമെന്റ്, അല്ലെ? നമ്മുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ ഏതൊക്കെ വഴിയിൽ കൂടെ ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു പ്രൗഡ് മൂമെന്റ്, അല്ലെങ്കിൽ അത് പിന്നീട് ഒരു സ്മഗ്നെസ് ആയി മാറുന്നത്, ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നേച്ചറും ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ആൻഡ് ദാറ്റ്സ് വാട്ട്
എന്താണ് ടൈറ്റിൽ ഓൾസോ ഹൈലൈറ്റ്സ് അല്ലെ. ടൈറ്റിൽ ഹൈലൈറ്റ് ചെയ്യുന്ന തീം എന്താണ്? ഗൂസ്ബെറീസ്. ഓക്കെ, ഗൂസ്ബെറീസ് എന്ന് പറയുന്നത് നേച്ചറിനെ തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ദെൻ സിംപിൾ നമ്മുടെ ഗൂസ്ബെറീസ് എന്ന ഈ ഒരു ചാപ്റ്ററിന് വരാൻ ഈ ഒരു സ്റ്റോറിയുമായിട്ട് ഈ ഒരു ടൈറ്റിലിന്റെ ഒരു റിലേഷൻ എന്താണ്? ഗൂസ്ബെറീസ് മിസ് സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ ഗൂസ്ബെറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കയ്പ് തോന്നും, ഒരു കയ്പ് ഒക്കെ വരും, പിന്നീട് അത് മധുരമായിരിക്കും. സെയിം വിത്ത് ദ ലൈഫ് അല്ലെ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രം നിറഞ്ഞതാണോ? അല്ല, പ്രോബ്ലംസ് ഉണ്ടാകും. ആ പ്രോബ്ലംസ് നമ്മൾ എന്താണ് സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെതായ എൻഡ് റിസൾട്ട് ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടും. സോ ഇറ്റ്സ് എ മിക്സ്ചർ അല്ലെ. സാഡ് ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും ആ ഒരു മിക്സ്ചർ കോംബോ ഓഫറാണ് ലൈഫ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ദ ടേസ്റ്റ് ഓഫ് ഗൂസ്ബെറീസ്. സോ ഈ ഒരു ചാപ്റ്ററിന്റെ നെയിം ഇതിലെ കോണ്ടന്റുമായിട്ട് വളരെയധികം റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇത്രയും ഓർത്തിരിക്കുക. ദെൻ എന്താണ് ഇത്രയല്ലേ മെയിൻ ആയിട്ടുള്ളൂ. സ്റ്റോറി വിത്തിൻ എ സ്റ്റോറിയാണ്. ദെൻ ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ നേച്ചറിനെ റിഫ്ലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തീം ഓഫ് ദ സ്റ്റോറിയും കാണിക്കുന്നുണ്ട്. ആൻഡ് സിംപ്ലിസിറ്റി ഓഫ് ഹോം ഗ്രോൺ ഗൂസ്ബെറീസ് എന്ന് പറയുന്നത് എന്താണ്? ദ പെർസ്യൂട്ട് ഓഫ് ദി അഡ്മോസ്റ്റ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തീർത്തിട്ടുള്ളത്. സോ സെറ്റ് ആണോ? മനസ്സിലായോ? ഗൂസ്ബെറീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്ര മാത്രമേ ഉള്ളൂ. മെയിൻലി 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവാൻ ഇവാനിഷ്, ബർക്കിൻ, അലോക്കിൻ. 3 ഫ്രണ്ട്സ് ആണ്. അവർ മീറ്റ് ചെയ്യുന്നു. ആൻഡ് വെൻ ദേ മീറ്റ്, ഇവാൻ ഇവാനിഷ് ടെൽസ് ദ സ്റ്റോറി അബൌട്ട് ഹിസ് ഓൺ ബ്രദർ നെയിംഡ് നിക്കോളായ് ഇവാനിഷ്. നിക്കോളായ് ഇവാനിഷ്, how they spent their childhood together in a very poor condition. After that, when they grow up, എന്താണ് സംഭവിക്കുന്നത്? He became a veterinary surgeon. On the other hand, he was an exchequer, but later he resigned his job, and his aim in his life was what? What was his aim? His aim in his life was to own a പറയൂ മിസ്സിന് കിട്ടുന്നില്ല. എസ്റ്റേറ്റ് അല്ലെ, ഒരു കൺട്രി സൈഡ് എസ്റ്റേറ്റ് വാങ്ങാനായിരുന്നു. വിത്ത് ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ഗൂസ്ബെറീസ്. നമ്മുടെ നെല്ലിക്ക നിറഞ്ഞിട്ടുള്ള ഒരു കൺട്രി സൈഡ് എസ്റ്റേറ്റ് സ്വന്തമാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആൻഡ് ഈ സെയിം നിക്കോളായ് ഇവാനിഷ് മാരീഡ് എ റിച്ച് വിഡോ. കാരണം എന്താണ്? അത് സെൽഫിഷ് മോട്ടീവ് മാത്രമായിരുന്നു അതിന്റെ പുറകില്. ബിക്കോസ് ആഫ്റ്റർ ഹെർ ഡെത്ത് അവരുടെ സ്വത്തും കൂടെ കൈക്കലാക്കിയിട്ട് ഹി ക്യാൻ ബൈ എ റിച്ച് കൺട്രി സൈഡ് എസ്റ്റേറ്റ് എന്നുള്ള ഒരു ഇതിൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുന്നു. ലേറ്റർ ഓൺ ഹി ഓൺഡ് കൺട്രി സൈഡ് എസ്റ്റേറ്റ്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിൽ ഒരു വലിയ ഷിഫ്റ്റ് വരികയാണ്. ഹി ബിക്കെയിം പ്രൗഡ്, ഹി ബിക്കെയിം എ കൈൻഡ് ഓഫ് സ്മഗ് പേഴ്സൺ. സ്മഗ്നെസ് ഓവർലോഡ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വെൻ ഹി മെയ്ഡ് എ വിസിറ്റ്, നമ്മുടെ ഇവാൻ Ivanish made a visit to him. He understood the behavior changes in Nikolai Ivanish എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഭയങ്കര ഫിലോസഫിക്കൽ ആകുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ഇവാൻ ഇവാനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്ത് സെന്റിമെന്റൽ ആയിട്ട് നമ്മുടെ ലോകം ഇങ്ങനെയാടാ, ആർക്കും ഒരു സന്തോഷവും ഇല്ല, ഉള്ളവനെല്ലാം ഉണ്ട്, ഇല്ലാത്തവനൊന്നും ഇല്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നിന്നിലാണ് എന്റെ പ്രതീക്ഷ, നീ ഇവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ കുറച്ച് ഫിലോസഫിക്കൽ കം സെന്റിമെന്റൽ ആക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അലോക്കിന് അവിടെ നിന്ന് പറഞ്ഞു ഉള്ള ഒരു അവസ്ഥയായിരുന്നു. ആൻഡ് അവർ രണ്ടുപേരും ഇത് കഥയൊക്കെ കേട്ടിട്ട് കിടന്നുറങ്ങുന്നു. ഇത്രയും മാത്രമേ സ്റ്റോറിയിൽ സമ്മറി ആയിട്ടുള്ളൂ. ഗൂസ്ബെറീസ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് നമ്മുടെ നേച്ചറിനെ സിഗ്നിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈഫ് എന്താണെന്നുള്ളതും കൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇത്രയും മാത്രം ഓർത്താൽ മതി. ആൻഡ് ദാറ്റ്സ് ദിസ് ചാപ്റ്റർ. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ നമുക്ക് ഇതിന്റെ ബാക്കി പോർഷൻസുമായിട്ട് ഇനി വരും ക്ലാസ്സുകളിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ക്ലാസ് കഴിഞ്ഞ ഉടനെ മിസ്സിനെ വന്ന് കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ബൈ മക്കളെ, നമുക്ക് അടിച്ചു പൊളിക്കാം.